ഉപവാസത്തെക്കുറിച്ചുള്ള ഒരു തർക്കമായിട്ട് മാത്രം ഇന്നത്തെ ഗോസ്പലിനെ കാണരുത്. വളരെ ഗൗരവകരമായൊരു സ്റ്റേറ്റ്മെൻറ്റ് ഈശോ ഇന്നത്തെ ഗോസ്പലിൽ നൽകുന്നുണ്ട്. താൻ സ്ഥാപിക്കാൻ പോകുന്ന പുതിയ റിലിജനെ കുറിച്ചുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മൾ പറയാറുണ്ട് എല്ലാ മതങ്ങളും ഒരുപോലെയാണ്, എല്ലാ മതങ്ങളിലും ദൈവമുണ്ട്, സത്യമുണ്ട്, എല്ലാ മതങ്ങളിലും അൾട്ടിമേറ്റ് ദൈവത്തിലേക്കാണ് പോകുന്നത്, അത് ഒറ്റയാളാണ് എന്ന് പറഞ്ഞാൽ ഏത് നമ്പറിൽ വിളിച്ചാലും ഞാൻ എടുത്തോളാം എന്ന് പറയുന്ന ദൈവം. അപ്പോൾ പിന്നെ എന്താണ് ക്രിസ്ത്യാനിറ്റിയുടെ യുണീക്ക്നെസ്? അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഗോസ്പൽ ഈശോ പറയുക. 3 ഇമേജസാണ് ഈശോ നൽകുന്നത്. ഒന്ന്, അത് വെഡ്ഡിങ് ഫീസ്റ്റാന്ന് പറയാം, അത് കല്യാണ ആഘോഷമാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അത് സെലിബ്രേഷനാണ്, ആഘോഷമാണ്. രണ്ടാമത്തേത് ഈശോ പറയുന്നത് ആരും പഴയ വസ്ത്രത്തിൽ പുതിയത് തുന്നിച്ചേർക്കാറില്ല എന്നുള്ളതാണ്. യഹൂദമതം എന്ന പഴയ വസ്ത്രത്തിൽ തുന്നിച്ചേർക്കപ്പെട്ട പുതിയ വസ്ത്രമല്ല ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അത് പുതിയ വസ്ത്രം തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. മൂന്നാമത് ഈശോ പറയുന്ന ഇമേജ് അത് പുതിയ തോൽക്കുടമാണ്. യഹൂദമതമെന്ന് പറയുന്ന പഴയ തോൽക്കുടത്തിലേക്ക് ഒഴിച്ചു വയ്ക്കപ്പെട്ട പുതിയ വീഞ്ഞല്ല ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അത് പുതിയ വീഞ്ഞുമാണ്, അത് പുതിയ തോൽക്കുടമാണ്. ഇറ്റ്സ് എ ന്യൂ വൈൻ ആൻഡ് ന്യൂ വൈൻ സ്കിൻ. ഇതാണ് ക്രിസ്തുമതത്തിൻ്റെ യുണീക്ക്നെസ്. ഇതാണ് ക്രിസ്തുമതത്തിനെ മറ്റു മതങ്ങളിൽ നിന്നും വ്യത്യാസപ്പെടുത്തുന്നത്.